ഹായ്. പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിൻ്റെ എനിക്ക് തോന്നുന്നു കുറേ കാലത്തിന് ശേഷമുള്ള തിരിച്ചുവരവാണ്. ത്രൂ ഔട്ട് എൻജോയ് ചെയ്താണ് ഈ സിനിമ കണ്ടത്. തുടക്കം കുറച്ച് ഫ്ലോസ് ഉണ്ട് സിനിമയ്ക്ക്, നെഗറ്റീവ്സ് ഒന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം നമ്മൾ ഒരുപാട് സിനിമകളിനകത്ത് ദിലീപിനെ കണ്ടിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് വന്ന ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ കോപ്രായങ്ങളും കോമാളിത്തരം കണ്ടിട്ട് ആ സിനിമയൊന്നും കാണാൻ പോലും തോന്നിക്കുന്നില്ല. അപ്പം പക്ഷെ ഇത് കംപ്ലീറ്റ്ലി അതിനെയൊക്കെ ഒന്ന് ഒരു 90% എല്ലാത്തിനെയും തുടച്ചു നീക്കുന്നതാണ് പറയാം. ഭയങ്കര കൺട്രോൾ ചെയ്തിട്ടാണ് പുള്ളി ഇതിനകത്ത് അഭിനയിപ്പിച്ചേക്കുന്നത്. തുടക്കത്തിലെ കുറച്ച് ഒന്നോ രണ്ടോ സീനുകൾ മാത്രമേ ഉള്ളൂ പുള്ളിക്ക് കുറച്ചൊരു പുള്ളിയുടെ ഒരു പഴയ ഒരു സാധനം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം എല്ലാം പുള്ളി കൺട്രോൾ ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ പുതിയ ആളാണ്. എനിക്ക് തോന്നുന്നു ദിലീപ് പുതിയ ആൾക്കാരുടെ കൂടെ, പുതിയ സംവിധായകരുടെ കൂടെ, എഴുത്തുകാരുടെ കൂടെയും പടം ചെയ്യുമ്പോഴത്തേക്കും നല്ല നല്ല സിനിമകൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു സിനിമ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, അതിൻ്റെ ഒരു തുടക്കമാണ്. ഷാരിസ് മുഹമ്മദ് ആണ് ഇതിൻ്റെ തിരക്കഥ. എനിക്കറിയാവുന്ന പോലെ ഷാരിസ് മുഹമ്മദ് എഴുതുന്ന തിരക്കഥകളെല്ലാം നമ്മൾ കാണുന്ന, നമ്മൾ നിരന്തരം ഡെയിലി ലൈഫിൽ ചർച്ച ചെയ്യുന്ന സോഷ്യൽ മീഡിയകളിലെ പോസ്റ്റുകളും, അതായത് സോഷ്യലി നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളൊക്കെയാണ് ഷാരിസ് ഒരു സിനിമയാക്കി മാറ്റുന്നത്. അത് പുള്ളിയുടെ ഫസ്റ്റ് പടമായുള്ള ജനഗണമന തൊട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി വരെ അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. പക്ഷേ ജനഗണമനയ്ക്ക് ശേഷം വർക്കൗട്ട് ആവുന്ന സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലിയാണ്. അതായത് ഒരു ഫൺ ഫാമിലി എലമെന്റിനോട് കണക്ട് ചെയ്തിട്ട് ഒരു സബ്ജക്റ്റ് പുള്ളി പറയുമ്പം അത് കറക്റ്റായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് ഇതിനകത്തിൽ വെച്ചിട്ടുണ്ട്. കുറേ ഫൺ സീൻസ് ഉണ്ട്. ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദിഖ്, ബിന്ദു പണിക്കർ, ജോണി ആന്റണി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. വളരെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് സിനിമ. വെക്കേഷൻ ടൈമിൽ ഫാമിലി ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ വേറൊരു സിനിമയും തിയേറ്ററിലില്ല. ഇത്രയും ഒരു ഫണ്ണായിട്ട് എടുത്തു വെച്ചേക്കുന്ന വേറൊരു സിനിമ തിയേറ്ററിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ ഫ്ലോസ് ഉണ്ട് സിനിമയ്ക്കകത്തിൽ. ദിലീപിൻ്റെ കുറച്ച് വളരെ ചെറിയ രീതിയിലുള്ള ഒരു കുറച്ച് കോമാളിത്തരമുണ്ട്. അത് പുള്ളി മാക്സിമം മറ്റ് സിനിമകളിൽ നിന്നും ഇങ്ങനെയൊക്കെ ഒരുപാട് കാണിച്ചത് അധികം കുറച്ചിട്ടുണ്ട് ഇതിനകത്തിൽ. ഇല്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ടോട്ടലി എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. മ്യൂസിക് കമ്പോസർ പുതിയ ആളാണ്. അപ്പം 2 സോങ്സ് ഉണ്ട്, 2-3 സോങ്സ് ഉണ്ട് ഈ പടത്തിനകത്തിൽ. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതെല്ലാം. പ്രത്യേകിച്ച് അതിനകത്തിൽ ഉദിത് നാരായൺ, അതായത് ദിലീപ് ഉദിത് നാരായൺ ഒരു കോംബോ പണ്ടൊക്കെ ഭയങ്കര ഒരു ഓള സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്തൊരു പാട്ടുണ്ട് ഉദിത് നാരായൺ ദിലീപിന് വേണ്ടിയിട്ട് പാടിയിരിക്കുന്നത്. ഭയങ്കര രസമാണ്. തിയേറ്ററിലൊക്കെ നല്ല കയ്യടിയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് എൻജോയ് ചെയ്താണ് ആ പാട്ട് തിയേറ്ററിൽ കേട്ടത്. ഇതിനകത്തിൽ പുതിയൊരു നായിക ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരും കാര്യങ്ങളും ഒന്നും എനിക്ക് അറിയത്തില്ല. നല്ല പെർഫോമൻസ് ആണ് ടോട്ടലി. പുള്ളിക്കാരെ ക്യാരക്ടർ പിടിച്ചിട്ട് അങ്ങ് അവസാനം വരെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു. ദിലീപുമായിട്ട് നല്ല രസമായിട്ടായിരുന്നു ആ ഇതിനകത്തിൽ സിനിമയ്ക്കകത്തിൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരുടെ പെർഫോമൻസ്. പിന്നെ കുറേ ഇമോഷണൽ ആയിട്ടുള്ള കുറേ സീൻസൊക്കെ ഉണ്ട്. ദിലീപ് ഓക്കെ ആയിട്ട് ഡീസൻ്റ് ആയിട്ട് ഈ സിനിമയ്ക്കകത്ത് അതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ചെയ്തോ എന്ന്, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് വേണം പറയാം. കാരണം ഇതിലും നല്ല പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ദിലീപിനെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഈ സിനിമയിലോട്ട് വരുമ്പം ഒരു ഡീസൻ്റ് ആയിട്ട് സിനിമ ചെയ്തിട്ടുണ്ട് ആ സീൻസിൽ. ഫൈനലി ദിലീപ് ഈസ് ബാക്ക്. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷമാണ് പുള്ളിക്കൊരു നല്ല സിനിമ കിട്ടുന്നത്. എനിക്കൊന്ന് കമ്മര സംഭവമാണ് എനിക്ക് ലാസ്റ്റ് ദിലീപിനെ കണ്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. പുള്ളിയുടെ പെർഫോമൻസ് ആണെങ്കിലും ആ സിനിമയുടെ പ്ലോട്ട് ആണെങ്കിലും എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ദിലീപിൻ്റെ സിനിമ കമ്മര സംഭവമാണ്. അതിനുശേഷം പ്രിൻസ് ആൻഡ് ഫാമിലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയും ഗ്യാപ്പിന് ശേഷം ദിലീപിൻ്റെ നല്ലൊരു സിനിമ ഇറങ്ങുന്ന ഇത്രയും ഗ്യാപ്പിന് ശേഷമാണ്. ലിസ്റ്റിൻ സ്റ്റീഫൻ ഇതിന്റെ പ്രൊമോഷൻ ടൈമിൽ പറഞ്ഞതുപോലെ തന്നെ ദിലീപിന്റെ ഭയങ്കര ഒരു കോപ്രായ പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ കൺട്രോൾ ചെയ്ത് എടുത്തൊരു സിനിമയാണെന്ന് ഇത് പറയുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 90% ഉള്ളത് കറക്റ്റാണ്. പുള്ളിക്കാരൻ്റെ കുറച്ച് നല്ല നല്ല മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് നോക്കിയിട്ടുള്ളത്.